ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമകീർത്തനം. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വർത്തിക്കവേ തന്നെ അപ്പോഴപ്പോൾ ഉണ്ടായി വരുന്നവയെയും വിവിധതരം രത്നങ്ങളെ ഒരു ചരടിലെന്ന പോലെ ഇണക്കി നിർത്തുന്ന ഈശ്വര വൈഭവത്തെയാണ് 37ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തും മണിപ്രകരഭേദങ്ങൾ പോലെ പരം എന്തെന്തു ജാതമിഹ നാരായണായ നമഃ. ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന എല്ലാ ജീവികളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങ് ബന്ധം വിടാതെ എപ്പോഴും അവയോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടു തന്നെ പരമെന്തെന്തു ജാതമിഹ അപ്പോഴപ്പോൾ ലോകത്തിൽ ഉണ്ടായി വരുന്ന എല്ലാറ്റിനെയും തന്തും മണിപ്രകരഭേദങ്ങൾ പോലെ പലതരം രത്നങ്ങളെ ഒരു ചരടിലെന്നതുപോലെ പരിപൂർണാത്മാവിനാൽ ഇണക്കി നിർത്തുന്നു. ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വർത്തിക്കുന്നത് കൊണ്ടാണ് സർവന്തര്യാമി എന്ന വിശേഷണം ഉണ്ടായത്. നാം കാണുന്ന വസ്തുക്കളെല്ലാം ഒരിക്കൽ ഉണ്ടായവയും ഇനി ഒരിക്കൽ നശിച്ചു പോകുന്നവയുമാണ്. ഇത് അനുഭവങ്ങളിലൂടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നശിച്ചു പോകുന്ന സ്വഭാവത്തോടു കൂടിയ പദാർത്ഥങ്ങളിൽ എല്ലാം നശിക്കാതെ ഒരു വസ്തു അവശേഷിക്കുന്നുണ്ട്. ആ നശിക്കാത്ത വസ്തുവാണ് ഈശ്വരൻ. മുമ്പ് പറഞ്ഞതുപോലെ ചാരം മൂടിയ കനൽക്കട്ട പോലെയാണ് ഈശ്വര പ്രഭാവം എങ്ങും വ്യാപിച്ചിരിക്കുന്നത്. ഇതുതന്നെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഒരു ചരടിൽ കോർക്കപ്പെട്ടിരിക്കുന്ന മണികളെപ്പോലെ എല്ലാ പദാർത്ഥങ്ങളും ഈശ്വരനാകുന്ന ചരടിൽ കോർക്കപ്പെട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴുള്ളവയുടെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവയുടെയും ഇനി ഉണ്ടാകാൻ പോകുന്നവയുടെയും എല്ലാം ഉള്ളിൽ ഈശ്വരനുണ്ട്. ഭൂതം, വർത്തമാനം, ഭാവി എന്ന ഭേദമൊന്നുമില്ലാതെ ഈശ്വരപ്രഭാവം പ്രവർത്തിക്കുന്നു. നാരായണ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ജന്തുക്കളുള്ളിൽ വിലസിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തും മണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാതമിഹ നാരായണായ നമഃ.